പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഭർത്താക്കന്മാരുടെ, പുരുഷന്മാരുടെ 13 അടയാളങ്ങളെ കുറിച്ചാണ്. ഈ ക്ലാസ് കേൾക്കുന്ന ഏതെങ്കിലും ഭർത്താക്കന്മാർക്ക്, പുരുഷന്മാർക്ക് ഈ 13 സ്വഭാവം ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഈ 13 സ്വഭാവങ്ങളിൽ ഒന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് മാറ്റുക, അല്ലെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം തകർന്ന് തരിപ്പണമായി പോകും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റി തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു അകറ്റി കൊടുക്കട്ടെ. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹു ശാന്തിയും സന്തോഷവും സമാധാനവും സ്നേഹവും നിലനിർത്തി തരട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം അൽഹംദുലില്ലാ പറയൂ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്. ഹംദ് പറഞ്ഞവരൊക്കെ അതൊന്ന് കമന്റിൽ എഴുതി വിടുക. ആരൊക്കെയാണ് ഹംദ് പറഞ്ഞത് എന്ന് ഉസ്താദിന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഗൗരവമായ ഒരു വിഷയമാണ്. അഥവാ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഭർത്താവിന്റെ, പുരുഷന്മാരുടെ 13 അടയാളങ്ങളെ കുറിച്ചാണ്. ഈ ക്ലാസ് കേൾക്കുന്ന ഏതെങ്കിലും പുരുഷന്മാർക്ക്, ഏതെങ്കിലും ഭർത്താക്കന്മാർക്ക് ഈ പറയുന്നതിൽ നിന്ന് ഒരു സ്വഭാവം, ഒരു അടയാളം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് മാറ്റുക, അല്ലെങ്കിൽ നമ്മളെ ദാമ്പത്യ ജീവിതം തകർന്നു പോകും, നമ്മളെ ജീവിതം തകർന്ന് തരിപ്പണമായി പോകും. അള്ളാഹു കാക്കട്ടെ. ഒന്നാമത്തെ അടയാളം, എപ്പോഴും രഹസ്യ സ്വഭാവം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. എല്ലാ വിഷയത്തിലും രഹസ്യ സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. ഒരു മനുഷ്യന് രഹസ്യ സ്വഭാവം ഉണ്ടാകണം, പക്ഷെ ചില വിഷയങ്ങളിൽ രഹസ്യ സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. ഉദാഹരണത്തിന് മൊബൈൽ ഫോണിന്റെ വിഷയത്തിൽ എപ്പോഴും മൊബൈൽ ഫോണ് രഹസ്യമാക്കി വെക്കുക, എപ്പോഴും മൊബൈൽ ഫോണ് ലോക്കാക്കി വെക്കുക, അതല്ലെങ്കിൽ മൊബൈൽ ഫോണിലേക്ക് ആരെങ്കിലും കോൾ വിളിച്ചാൽ എല്ലാ സമയത്തും ഭാര്യ കാണാതെ സംസാരിക്കുക, ഭാര്യയെ മറഞ്ഞു നിന്ന് സംസാരിക്കുക. ഈ ഒരു സ്വഭാവം ഭർത്താക്കന്മാർക്ക് ഉണ്ടാകാൻ പാടില്ല. ഭാര്യ മൊബൈൽ ഫോൺ ചോദിക്കുമ്പോൾ ധൈര്യത്തോടെ കൊടുക്കാൻ കഴിയണം. ഒരാൾ ഫോൺ വിളിക്കുന്ന സമയത്ത് ധൈര്യത്തോടെ ഭാര്യയുടെ അടുത്തുനിന്ന് സംസാരിക്കാൻ കഴിയണം. ഇതാണ് സ്നേഹമുള്ള ഭർത്താവിന്റെ അടയാളം. അല്ലാതെ ഏത് സമയത്തും ഭാര്യ കാണാതെ ഫോൺ വിളിക്കുക, ഭാര്യ കാണുന്നതിന് വേണ്ടി ഫോൺ ലോക്കാക്കി വെക്കുക, ഇങ്ങനെ ഒരു സ്വഭാവം ഭർത്താക്കന്മാർക്ക് ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തോ ഭാര്യ അറിയാൻ പറ്റാത്ത എന്തോ ഒരു ചതി ഈ ഭർത്താവിന്റെ ഉള്ളിൽ ഉണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ സ്വഭാവം, എപ്പോഴും നുണ പറയുക എന്നുള്ളതാണ്. എപ്പോഴും നുണ പറയുന്ന ഭർത്താവാണെങ്കിലും, മക്കളാണെങ്കിലും, ഭാര്യയാണെങ്കിലും, അയൽവാസിയാണെങ്കിലും അവരെ വിശ്വസിക്കാൻ പറ്റൂല. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നുണ പറയുന്ന ആളുകളുണ്ട്. ഭാര്യയ്ക്ക് അറിയുന്ന വിഷയമായിരിക്കും, എന്നാൽ പോലും കളവ് പറയുന്ന എത്രയോ ആളുകളുണ്ട്. ഇവരെ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, എത്ര പ്രയാസമുള്ള കാര്യമാണെങ്കിലും നിന്റെ തല വെട്ടുമെന്ന് പറഞ്ഞാൽ പോലും നീ സത്യം പറയാൻ ശ്രമിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് എന്തിനാണ് നമ്മൾ നുണ പറയുന്നത്? നുണ പറയുന്നവരെ ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതുപോലെ മൂന്നാമത്തെ സ്വഭാവം, വാഗ്ദാനം ലംഘിക്കുക എന്നുള്ളതാണ്. ഭാര്യയോട് ഒരു കാര്യം ചെയ്യാന്ന് പറയാ, ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകാന്ന് പറയാ, അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാന്ന് പറയാ, അങ്ങനെ എല്ലാ സമയത്തും വാഗ്ദാനങ്ങൾ ലംഘിക്കുന്നുണ്ടെങ്കിൽ ഇവരെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുകയില്ല. നാലാമത്തെ അടയാളം, ഉത്തരവാദിത്തമില്ലായ്മയാണ്. മക്കളുടെ കാര്യം ശ്രദ്ധിക്കൂല, ഭാര്യയുടെ കാര്യം ശ്രദ്ധിക്കൂല, മക്കളുടെ ഭക്ഷണത്തിന്റെ വിഷയങ്ങൾ ശ്രദ്ധിക്കൂല, മക്കളുടെ പഠനത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, ഭാര്യയുടെ ചെലവിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, സ്വന്തം കാര്യം സിന്ദാബാ. സ്വന്തം ആഗ്രഹങ്ങൾ മാത്രം നടപ്പിലാക്കുക, സ്വന്തം ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും മാത്രം ജീവിതത്തിൽ ചെയ്യുക, ഭാര്യയുടെയോ മക്കളുടെയോ കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക, ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത രൂപത്തിൽ നടക്കുകയാണെങ്കിൽ ഇവരെ ഒരിക്കലും വിശ്വസിക്കരുത്. ഇന്നല്ലെങ്കിൽ നാളെ അവർ നമ്മളെ ചതിക്കാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ അവരുടെ ഖൽബിൽ, അവരുടെ ഹൃദയത്തിൽ നമ്മളോട് അല്പം പോലും സ്നേഹമില്ല എന്നുള്ളതാണ്. കാരണം എന്താ? ഭാര്യയും മക്കളും വീട്ടിൽ നിന്ന് ഇങ്ങനെ ചെറിയ ചെറിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഇവന് ഹോട്ടലിൽ പോയിട്ട് നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്നു, ബ്രോസ്റ്റ് കഴിക്കുന്നു, കുഴിമന്തി കഴിക്കുന്നു, അൽഫാം കഴിക്കുന്നു, ഒരു മാംസം പോലും മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്നില്ല. അവരെ വിശ്വസിക്കാൻ പറ്റൂല. അവർക്ക് നമ്മളോട് അല്പം പോലും സ്നേഹമില്ല എന്നുള്ളതാണ്.
അതുപോലെ മറ്റൊരു അടയാളമാണ് ആരാധനാ കർമ്മങ്ങളിലെ അലസത എന്ന് പറയുന്നത്. അള്ളാഹുവിനെ പേടിയില്ലാതെ ജീവിക്കുക. അള്ളാഹുവിനെ പേടിയില്ലാതെ ജീവിക്കുന്നവർ തന്റെ ഭാര്യയോടും മക്കളോടും ഒരിക്കലും നീതി കാണിക്കുകയില്ല. അനീതിയോടെയായിരിക്കും പെരുമാറുക. അവരെ ചീത്ത വിളിക്കുകയും അവരോട് തോന്നിവാസം പറയുകയും അവരെ ആക്രമിക്കുകയും ചെയ്യുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയം വേണ്ട. അപ്പൊ അള്ളാഹുവിനെ പേടിക്കാതെ ജീവിക്കുന്ന ഭർത്താവാണോ, അള്ളാഹുവിനെ പേടിക്കാതെ ജീവിക്കുന്ന പുരുഷനാണോ, അവരെ വിശ്വസിക്കാൻ പറ്റൂല എന്നുള്ളതാണ്. പടച്ച റബ്ബിനെ തന്നെ പേടിയില്ല, പിന്നെയല്ലേ ഭാര്യയും മക്കളെയും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുപോലെ മറ്റൊരു അടയാളമാണ് ഭാര്യയുമായി ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവുകയില്ല. വൈകാരികമായ ഒരു അടുപ്പം തന്റെ ഭാര്യയോടോ മക്കളോടോ ഉണ്ടാകുകയില്ല എന്നുള്ളതാണ്. അഥവാ ഭാര്യയുടെ സങ്കടങ്ങൾ, ഭാര്യയുടെ വിഷമങ്ങൾ, ഭാര്യയുടെ രോഗങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്ന എത്രയോ ഭർത്താക്കന്മാരുണ്ട്. ഭാര്യയ്ക്ക് രോഗം വന്നാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയില്ല. ഭാര്യയ്ക്കൊരു വിഷമം വന്നാൽ എന്തിനാണ് നീ സങ്കടപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്നില്ല. ഭാര്യയ്ക്കൊരു ദുഃഖം വന്നാൽ എന്തിനാണ് നീ ദുഃഖിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കാൻ പോലും തയ്യാറാകാത്ത എത്രയോ ഭർത്താക്കന്മാരുണ്ട്. ഭാര്യയുമായി സംസാരിക്കാൻ അവർക്ക് യാതൊരുവിധ താല്പര്യം ഉണ്ടാകൂല. എപ്പോഴും മൊബൈൽ ഫോണിൽ കളിച്ചിരിക്കുക, എപ്പോഴും മറ്റുള്ളവരോട് സംസാരിക്കാനാണ് ചില ഭർത്താക്കന്മാർക്ക് താല്പര്യം. അതിന്റെ അർത്ഥം എന്താ? ഈ ഭാര്യയോട് സ്നേഹമില്ല എന്നുള്ളതല്ലേ? ഈ ഭാര്യയുമായി അവന്റെ മനസ്സിൽ അല്പം പോലും അടുപ്പമില്ല എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ചില ഭർത്താക്കന്മാർക്ക് താല്പര്യം ഭാര്യയുടെ ഇഷ്ടങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ഭർത്താക്കന്മാരില്ലേ? ഭാര്യയുടെ ഇഷ്ടങ്ങൾക്ക് വില കൽപ്പിക്കണം. വീട് നിർമ്മിക്കുന്ന സമയത്ത് ഭാര്യയോട് ചോദിക്കണം, എങ്ങനെയാണ് വീട് നിർമ്മിക്കേണ്ടത്, വീടിന്റെ കിച്ചൺ എങ്ങനെയാവണം, ബെഡ്റൂം എങ്ങനെയാകണം, എങ്ങനെയുള്ള സ്ഥലത്താണ് വീട് നിർമ്മിക്കേണ്ടത്. കാരണം ആ വീട് പരിപാലിക്കുന്നതും പോറ്റി വളർത്തുന്നതും ആ ഭാര്യയാണ്. ഭാര്യ ഭർത്താവിന്റെ വീട്ടിലെ ഭരണാധികാരിയാണ്. പക്ഷെ ഈ ഒരു വിഷയങ്ങളിലും ഭാര്യയെ ഇടപെടുത്താത്ത എത്രയോ ഭർത്താക്കന്മാരുണ്ട്. ഭർത്താവിന്റെ ഇഷ്ടങ്ങൾ മാത്രം നടപ്പിലാക്കുക, ഭാര്യയുടെ ഇഷ്ടങ്ങൾക്ക് ഒരു വില പോലും കൽപ്പിക്കാത്ത എത്രയോ ഭർത്താക്കന്മാരുണ്ട്. അവരെ വിശ്വസിക്കാൻ പറ്റൂല. അല്പം പോലും അവർക്ക് നമ്മളോട് സ്നേഹമില്ല എന്നുള്ളതാണ്. അത്തരം സ്വഭാവം ഏതെങ്കിലും ഭർത്താക്കന്മാർക്കുണ്ടെങ്കിൽ, ഏതെങ്കിലും പുരുഷന്മാർക്കുണ്ടെങ്കിൽ ആ സ്വഭാവം മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു പുരുഷന്റെ അടയാളം. എന്റെ പ്രിയമുള്ളവരെ, മറ്റൊരു അടയാളമാണ് രഹസ്യങ്ങൾ പുറത്തു പറയുക എന്നുള്ളത്. പുരുഷന്മാരുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും മോശമായവർ ആരാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്. തന്റെ ഭാര്യയുടെ അടുക്കൽ പോയി ഭാര്യയുമായി ബന്ധപ്പെട്ട് ആ ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്റെ കൂട്ടുകാരോട് പോയി പറയാ, ഞങ്ങൾ ഈ രൂപത്തിലൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്, എന്റെ ഭാര്യ ഈ രൂപത്തിലൊക്കെ സഹകരിച്ചിട്ടുണ്ട് എന്ന് ഭാര്യയുടെ ന്യൂനതകളും ഭാര്യയുടെ കുറവുകളും ഭാര്യയുടെ കഴിവുകളും ഒക്കെ മറ്റുള്ള ആളുകളോട് പോയി പറയാ. അഥവാ മണിയറ രഹസ്യം മറ്റുള്ളവരോട് പറയുന്ന പുരുഷന്മാരാണോ അവർ ഏറ്റവും മോശമാണെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഹദീസിലൂടെ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ രഹസ്യങ്ങൾ രഹസ്യമാക്കി വെക്കുക, ഒരിക്കലും മറ്റുള്ളവരോട് പറയാൻ പാടില്ല. അതുപോലെ തന്നെ 9ാമത്തെ കാര്യമാണ് അനാവശ്യമായി ഭാര്യമാരെ സംശയിക്കുക എന്നുള്ളത്. ഭാര്യ ഒന്ന് പുറത്തേക്ക് പോയാൽ ഭാര്യയെ സംശയിക്കുക, ഭാര്യ ബാത്റൂമിലേക്ക് പോയാൽ ഭാര്യയെ സംശയിക്കുക, ഭാര്യയ്ക്കൊരു മൊബൈൽ കോൾ വന്നാൽ ഭാര്യയെ സംശയിക്കുക, ഭാര്യയ്ക്കൊരു മെസ്സേജ് വന്നാൽ ഭാര്യയെ സംശയിക്കുക, ഭാര്യ ആരെങ്കിലും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭാര്യയെ സംശയിക്കുക. ഇങ്ങനെ അനാവശ്യമായി ഭാര്യമാരെ സംശയിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? സംശയ രോഗം തന്റെ ഭർത്താവിന് പിടിപെട്ടിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ദാമ്പത്യ ജീവിതത്തിൽ സംശയ രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ മഹാ അപകടം സംഭവിക്കും. ആ ദാമ്പത്യ ജീവിതം പിന്നെ ഒരിക്കലും നല്ല നിലക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സംശയ രോഗത്തിനെ തൊട്ട് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫലഖ് ഭാര്യ ഭർത്താക്കന്മാർ നിരന്തരമായി പാരായണം ചെയ്യണം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസികിൻ ഇദാ വഖബ്. ഇത് എല്ലാ സമയത്തും പാരായണം ചെയ്യണം. സംശയ രോഗം മാറിക്കിട്ടും. അതോടൊപ്പം തന്നെ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ്, ഈ സൂറത്തും പാരായണം ചെയ്തോ. ആ സംശയ രോഗവും മറ്റെല്ലാ രോഗങ്ങളും അതുപോലെ തന്നെ ഖിബറും അഹങ്കാര അസൂയൊക്കെ മാറിക്കിട്ടും. പിശാച് ബാധകളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അതോടൊപ്പം തന്നെ ഭാര്യയെ ചതിക്കുക എന്നുള്ളതാണ്. ഭാര്യ അറിയാതെ ഭാര്യയുടെ സ്വർണം കൊണ്ടുപോയി വിൽക്കുക, ഭാര്യ അറിയാതെ വീടും സ്ഥലവും വിൽക്കുക, ഭാര്യ അറിയാതെ വീടിന്റെ ആധാരങ്ങൾ ബാങ്കിൽ കൊണ്ടുപോയി വെക്കുക. ഇങ്ങനെ ഭാര്യയെ ചതിക്കുന്ന സ്വഭാവമുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, വിശ്വസിക്കാൻ പറ്റാത്ത പുരുഷന്റെ അടയാളമാണ്. എന്തിനാണ് ഭാര്യയെ ചതിക്കുന്നത്? എന്തിനാണ് ഭാര്യയുടെ സ്വർണം ഭാര്യ അറിയാതെ കൊണ്ടുപോയി വിൽക്കുന്നത്? ഭാര്യയ്ക്ക് ഭാര്യന്റെ മാതാപിതാക്കൾ കൊടുത്തല്ലേ, അതിൽ നമുക്കെന്താ അവകാശമുള്ളത്?
അത് നമ്മളല്ല കൈകാര്യം ചെയ്യേണ്ടത്, അത് ഭാര്യമാരാണ് കൈകാര്യം ചെയ്യേണ്ടത്. അത് ഭാര്യമാർക്ക് അള്ളാഹു കൊടുത്ത മുതലാണ്, അവർക്ക് അവരുടെ കുടുംബം കൊടുത്ത മുതലാണ്. അത് ഭാര്യ അറിയാതെ കൊണ്ടുപോയി വിൽക്കുക. അങ്ങനെ ഭാര്യയെ ചതിക്കുന്ന പല വിഷയത്തിലും, ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് സ്വർണം വിൽക്കുക എന്നുള്ളത്, പല വിഷയത്തിലും ഭാര്യമാരെ ചതിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. അവരെ ഒരിക്കലും വിശ്വസിക്കരുത്. അല്പം പോലും, ഒരു കടുക് മണിയോളം അവർക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാവില്ല. അവർക്ക് അവരുടെ ജീവിതമായിരിക്കും വലുത്. അങ്ങനെ ഒരിക്കലും പുരുഷന്മാരാകാൻ പാടില്ല. അങ്ങനത്തെ ഭർത്താക്കന്മാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മളെ സ്വഭാവം നമ്മൾ മാറ്റണം. എന്നാലേ നമ്മളെ ഭാര്യ മക്കളും നമ്മളെ സ്നേഹിക്കുള്ളൂ. അതല്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് അല്പം വെള്ളം പോലും തരാൻ നമ്മളെ ഭാര്യ മടിക്കും, നമ്മളെ മക്കൾ മടിക്കും. അള്ളാഹു നമ്മളെ സ്വഭാവമൊക്കെ നന്നാക്കി തരട്ടെ. അതുപോലെ തന്നെ ഭാര്യ മറ്റു സ്ത്രീകളുമായി താരതമ്യം ചെയ്യുക. സിനിമാ നടിമാരൊക്കെ മേക്കപ്പ് ചെയ്തിട്ടായിരിക്കും നടക്കുക. ആ സിനിമാ നടി കണ്ടോ എന്ത് രസാണ് കാണാൻ എന്ന് പറഞ്ഞിട്ട് ഭാര്യ ഇങ്ങനെ താരതമ്യം ചെയ്യുക. നമ്മളെ അയൽവാസിയിലെ താത്ത കണ്ടില്ലേ എന്ത് മൊഞ്ചായിട്ടാണ് നടക്കുക, നല്ല ഡ്രസ്സിംഗ് ആണ്, നല്ല സ്വഭാവമാണ്, നല്ല പെരുമാറ്റാണ്. ചിലപ്പോ ആ താത്താനേക്കായി നല്ല ഗ്ലാമർ ഇവന്റെ ഭാര്യ ഉണ്ടാവും. പക്ഷെ ഇവനിക്ക് ഇവന്റെ ഭാര്യയെ പറ്റുന്നില്ല. മറ്റുള്ള ഭാര്യയുമായി ഇവൻ താരതമ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരിക്കലും താരതമ്യം ചെയ്യരുത്. എല്ലാ മനുഷ്യന്മാർക്കും ഒരേ സ്വഭാവമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് കോടാനകോടി ആളുകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. പലർക്കും വ്യത്യസ്തങ്ങളായ ഭംഗികളാണ്, പലർക്കും വ്യത്യസ്തങ്ങളായ സംസാരങ്ങളാണ്, പലർക്കും വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മളെ ഖൽബിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അവന്റെ ഭാര്യയെ പോലെ എന്റെ ഭാര്യ ആകണമെന്ന് ഒരിക്കലും നമ്മൾ നിർബന്ധം പിടിക്കാൻ പാടില്ല. നമ്മളെ ഭാര്യ പറയാണ് ആ പുരുഷനെ പോലെ നിങ്ങളും ആകണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കാട്ടുക? അപ്പൊ ഒരിക്കലും അങ്ങനെ മറ്റുള്ള സ്ത്രീകളുമായി ഭാര്യയെ താരതമ്യം ചെയ്യാൻ പാടില്ല. താരതമ്യം ചെയ്യൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാക്കാം ഈ ഭർത്താവിന് നമ്മളോടുള്ള സ്നേഹം കുറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ദാമ്പത്യ ജീവിതത്തിലെ ഖൈറും ബറക്കത്തും നിലനിർത്തി തരട്ടെ. അതിനു വേണ്ടി പ്രിയമുള്ളവരെ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. കാരണം ദാമ്പത്യ ജീവിതം തകർന്നു കഴിഞ്ഞാൽ, ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധം തകർന്നു കഴിഞ്ഞാൽ നമ്മളെ ജീവിതം തന്നെ നശിച്ചു പോകുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവും വേണ്ട. അതുപോലെ തന്നെ മറ്റൊരു സ്വഭാവമാണ് തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്നുള്ളത്. ചില ഭർത്താക്കന്മാർ അങ്ങനെയാണ്. ബന്ധപ്പെടുന്ന സമയത്ത് ഉസ്താദെ മദ്യം കുടിക്കാൻ പറയലുണ്ട് ഞങ്ങളെ ഭർത്താക്കന്മാര് എന്ന് സങ്കടം പറഞ്ഞ ആളുകളുണ്ട്. ഉസ്താദെ ഞങ്ങളെ ഭർത്താക്കന്മാര് ബാങ്കിൽ പോയി പലിശ വാങ്ങാൻ വേണ്ടി നിർബന്ധിക്കാണ്. ജോലിക്ക് പോകാതെ കടം വാങ്ങി വീടിന്റെ ആധാരവും ബാങ്കിൽ കൊണ്ടുപോയി വെച്ച് ഇങ്ങനെ പിന്നെയും ബാങ്കിൽ നിന്ന് പലിശ എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെ ഭർത്താക്കന്മാർ ഞങ്ങളെ എത്തിക്കുകയാണ് ഉസ്താദെ എന്ന് സങ്കടം പറഞ്ഞ ആളുകളുണ്ട്. അങ്ങനെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നിസ്കരിക്കണ്ട എന്ന് പറയാ, നോമ്പെടുക്കുന്ന സമയത്ത് നോമ്പ് നോൽക്കണ്ട എന്ന് പറയാ, നോമ്പ് മുറിക്കാൻ പറയാ. സുന്നത്ത് നോമ്പല്ല, ഫർലായ നോമ്പെടുക്കുന്ന സമയത്ത് തന്നെ നോമ്പ് നോൽക്കണ്ട എന്ന് പറയുന്ന ഭർത്താക്കന്മാര്. പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഇത് വലിയൊരു ഖുർആൻ എന്ന് പറഞ്ഞിട്ട് നിസാരപ്പെടുത്തുക, അങ്ങനെ ഭാര്യയുടെ ഖുർആനോത്ത് മുടക്കുക. ഇത്തരം ഒരു സ്വഭാവം ഒരു ഭർത്താവിനുണ്ടെങ്കിൽ അവരെ ഒരിക്കലും വിശ്വസിക്കരുത്. കാരണം തിന്മ ചെയ്യാൻ ഒരിക്കലും ഒരാളെയും പ്രേരിപ്പിക്കാൻ പാടില്ല. അത് അള്ളാഹു പൊരുത്തപ്പെടുന്ന ഒരു വിഷയമല്ല. ഭാര്യയോട് എങ്ങനെയാണ് മദ്യം കുടിക്കാൻ പറയല്, ഭാര്യമാരോട് എങ്ങനെയാണ് കഞ്ചാവ് വലിക്കാൻ പറയാ, ഇവനിക്ക് തന്നെ വലിക്കാൻ പാടില്ല, പിന്നെ മറ്റൊരാളോട് എങ്ങനെയാണ് അത് വലിക്കാൻ പറയല്? അള്ളാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടൂല. അതുകൊണ്ട് ഭാര്യമാരെ തിന്മക്ക് വേണ്ടി പ്രേരിപ്പിക്കുന്ന ഭർത്താക്കന്മാരാണോ അവര് ചതിയന്മാരാണ്. അവരെ ഒരിക്കലും വിശ്വസിക്കരുതേ. അള്ളാഹുവേ ഞങ്ങളെ ദാമ്പത്യ ജീവിതത്തില് ഖൈറ് നൽകണേ റബ്ബേ, ബറക്കത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. എത്രയോ സഹോദരിമാര് ഭർത്താക്കന്മാരെ ദുസ്വഭാവം കാരണം വളരെ വിഷമത്തിലാണ്, സങ്കടത്തിലാണ്. എല്ലാവരുടെ ജീവിതത്തിലും ഖൈറ് നൽകണേ റഹ്മാനെ, ഐക്യം നൽകണേ അല്ലാ, ഒരുമ നൽകണേ അല്ലാ. എത്രയോ ഭാര്യമാരുടെ ദുസ്വഭാവം കാരണം ഭർത്താക്കന്മാര് സങ്കടം പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഭാര്യമാർക്ക് നല്ല സ്വഭാവം കൊടുക്കണേ അല്ലാ, ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ റബ്ബേ. ഇൻഷാ അല്ലാ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ കേൾക്കാൻ വേണ്ടി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.